ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി ഒരു ചെറിയ യാത്ര, ഒരു വൺ ഡേ ട്രിപ്പാണ്. രാവിലെ പോയി തമിഴ്നാട് കേരള ബോർഡർ പ്ലസ് തമിഴ്നാട്, അങ്ങനെ ഒരു യാത്രയാണ്. രാവിലെ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ടെമ്പിളിലാണ്, മുരുകക്ഷേത്രം, വെള്ളിമല മുരുക ഭഗവാൻ. എങ്ങനെയാണ് ശരിക്കും പറയുന്നത്, ഞാൻ ഒരു 5 മണിക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 6:15 കഴിഞ്ഞു ഇറങ്ങാൻ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ നല്ല മിസ്റ്റിയാണ്. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ അയ്യോ എന്താ ചൂട്. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് സൺറൈസ് കാണാം. ഇതൊരു ഭയങ്കര പോസിറ്റീവ് ബ്യൂട്ടിഫുൾ സീനാണ്. ഇപ്പോൾ ഇത്രയും പൊക്കത്തിലെത്തിയിട്ടുണ്ട് ആൾ. അങ്ങനെ നമ്മൾ വേളിമല ടെമ്പിൾ പ്രൊമൈസസിലെത്തി. ഇത് കാറ് പോകുന്ന വഴിയാണ്, ഇങ്ങനെ കയറി പോവാം. പക്ഷേ പടിക്കെട്ട് കയറി പോവാണെങ്കിൽ ഫ്രണ്ടിൽ നല്ല ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ട്. ഓക്കെ, ഇതാണ് ഇത് വഴി കയറാം. യെസ്, അങ്ങനെ വെള്ളിമല മുരുകക്ഷേത്രത്തിൻ്റെ അടുത്ത് ഈ പടി ഇത്രയും കയറിയാൽ മതി നമുക്ക്. അല്ലാതെ ഫ്രണ്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട് മുകളിലേക്ക് ഇങ്ങനെ. ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടി അടുത്ത്. വെള്ളിമല മുരുക ടെമ്പിൾ, മുരുകക്ഷേത്രം. മുരുകക്ഷേത്രങ്ങളെല്ലാം സാധാരണയായിട്ട് മലമുകളിലാണ്. തൃച്ചെന്തൂരിൽ മാത്രമാണ് കടൽക്കരയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് ഭയങ്കര വ്യൂ കേട്ടോ. ഇത് നല്ല ഹൈറ്റിലാണല്ലോ. വലിയൊരു ആൽമരം. എൻ്റെ ദൈവമേ, നല്ല തണലുണ്ടല്ലോ, കാറ്റ്. ഓ, എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയ ഒരു ടെമ്പിൾ. മനോഹരമായ ഒരു ക്ഷേത്രം. ആൽമരത്തിൻ്റെ ചുവട്ടിലൂടെ നടന്ന് അങ്ങോട്ട് പോകും. എൻ്റെ ദൈവമേ, കൊന്ന പൂത്ത് നിൽക്കുന്ന നോക്കിയേ, ഒരു ഇല പോലും കാണാനില്ല. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാനിവിടെ വരുന്നത്. വെള്ളിമല മുരുകക്ഷേത്രം അതിമനോഹരമായൊരു ക്ഷേത്രമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വലിയൊരു പാറയുടെ മുകളിലായിട്ട്, കുന്നിൻ മുകളിൽ. ഇത് കാണുമ്പോൾ അറിയില്ല, ഇത് പാറയാണ് ഫുൾ. കമ്മിറ്റി മെമ്പറാ? ഓക്കെ. അപ്പോൾ ഇത് എന്താണ് പിന്നെ ഇവിടുത്തെ എന്തെങ്കിലും പറഞ്ഞു? ബാലമുരുകൻ കോവിലാണ്. ബാലമുരുകൻ ടെമ്പിൾ. അത് പണ്ട് ഒരു മലയായിരുന്നു. അപ്പോൾ ഒരാൾ പൂജ ചെയ്തിട്ടിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടിരിക്കുമ്പോൾ അയാൾക്ക് സ്വപ്നത്തിൽ വന്ന് കണ്ടുകൊണ്ട് അയാൾ കോവിൽ കെട്ടി അയാൾ ഇരണിയിലിരുന്ന് ചെന്ന് നടന്നു വന്ന് പൂജ ചെയ്യും. അങ്ങനെ പൂജ ചെയ്ത് ബാലമുരുകക്ഷേത്രം എത്ര വർഷം പഴക്കം? ഇത് 100 കൊല്ലത്തിന്. ഈ ഒരു അവസ്ഥയിൽ ഇത് കുറച്ചുകൂടെ വലിയൊരു ടെമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്തു പിന്നെ അതല്ലേ? കൊടിമരം കമ്മിറ്റിയൊക്കെ ചെയ്തു. പിന്നെ കൊടിമരം തന്നെ ഇപ്പോഴും തന്നെ. ഓഹോ, ഇവിടെ നിന്ന് ഒരു ഭയങ്കര വ്യൂ ആണല്ലേ താഴേക്ക്. ഓക്കെ, എത്ര പടിക്കെട്ടാണ്? പടി കയറി വരികയാണെങ്കിൽ 108 പടി. വലിയ ബ്യൂട്ടിഫുൾ. ഇല്ല, പോവാം, അങ്ങോട്ട് പോവാൻ വന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാര്യം ഇവിടെ വന്നപ്പോൾ കമ്മിറ്റി മെമ്പർ ശ്രീ സുരേഷ് സാറിനെ കാണുന്നു. ഓക്കെ ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ടല്ലേ? ആർമിയിലെ എന്തൊക്കെ എടുക്കണം അപ്പൊ അതിനു വേണ്ടി നമ്മളെ ഡീറ്റെയിൽ ചെയ്ത് നമ്മളെടുത്തു. ഓക്കെ, ഇങ്ങനെ കയറിയത് അമ്പലത്തിലെ അകത്തേക്ക് പോവാണ്. ക്ഷേത്രം തുറകിയാൽ നോക്കിയാൽ കൊടിമരത്തിൻ്റെ ഈ പടിക്കെട്ട് താഴേന്ന് നമ്മൾ കയറി വരികയാണെങ്കിൽ 108 പടിക്കെട്ട്, 108 സ്റ്റെപ്സ് എന്നാണ് പറഞ്ഞത്. ഒരുപാടല്ല, അതുവഴിയും വരാം നമ്മൾ. പക്ഷേ കാറുമായിട്ട് ഇവിടെ വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷേത്ര പരിസരത്താണ്. ഇവിടെ മുരുക ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ട് വെളിയിൽ ഗണപതി ഭഗവാൻ, പിന്നെ അവിടെ ശിവഭഗവാനുണ്ട്. ഇങ്ങനെ ഉപദൈവങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്.
യെസ്, ചന്ദനം. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇതിന് ചുറ്റും ഇങ്ങനെ നടന്ന് കാണാൻ. നമുക്ക് പുറത്തുകൂടി ഒരു പലതും ചുറ്റിപ്പോകാം. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊരു പാറയാണെന്ന് മനസ്സിലായല്ലോ. പാറയുടെ മുകളിലാണ് ക്ഷേത്രം. നല്ലൊരു ഹിൽ ടോപ്പിലാണ്. നല്ല ഭംഗിയുള്ളൊരു ടെമ്പിൾ. നല്ല പീസ്ഫുള്ളാണ്, നല്ല രസമാണ്. ഉള്ളിലേക്ക് കാഴ്ചകളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാര്യം അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, പ്രാർത്ഥിച്ചു. വലിയ തിരക്കും ബഹളമൊന്നുമില്ല. രാവിലെ വരികയാണെങ്കിൽ കുറേ കൂടെ സീനിക്കായിരിക്കും. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ വരാൻ പ്ലാനായിരുന്നു. ഇച്ചിരി ഒരു 1.5 മണിക്കൂറിൻ്റെ ഡിലേ വന്നു. അത് കാരണം വെയിലായി. നോക്കൂ, ഇവിടെ നിന്നുള്ള വ്യൂ. വാ, ടെമ്പിളിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ രാവിലെ നല്ല ഐശ്വര്യമായിട്ട് ഒരു മുരുകക്ഷേത്രം വന്നു. വെള്ളിമല മുരുക ടെമ്പിൾ. ഇത് തമിഴ്നാടാണ് ബോർഡർ. അങ്ങനെ വെള്ളിമല ബാലമുരുക സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചു. ഇത് രസമുള്ളൊരു ക്ഷേത്രമാണ്. കാറ്റെന്ന് പറഞ്ഞാലേ രക്ഷയില്ലാത്ത കാറ്റ്. ഇവിടെ പൂജയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് കൊടുക്കാനുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. ഞാൻ അകത്ത് അർച്ചനയ്ക്ക് കൊടുക്കുമായിരുന്നു. ഓക്കെ, കാറ്റ് എന്നെ പറത്തിക്കൊണ്ട് പോകുന്നു. കൊന്ന നോക്കിയേ, കൊന്ന എന്ത് ഭംഗിയാ. ഞാൻ ഷോർട്ട് കട്ടിലൂടെയാണ് ഇവിടെ വന്നത്, കാറ് വരുന്ന അത്രയും ദൂരം. പക്ഷെ ഇത് നോക്കിയാൽ ഇത് വളരെ സിമ്പിളായിട്ട് കയറി വരാം. ഞാൻ അവിടെ പക്ഷേ താഴെ വന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പടിക്കെട്ട് കയറണമല്ലോ. പക്ഷെ 108 പടിക്കെട്ടേ ഉള്ളൂ. നമുക്ക് അതുവഴി വരുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സാധാരണ മുരുകക്ഷേത്രം ഇപ്പോൾ പളനിയിലാണെങ്കിലും പടി കയറി പോകുമ്പോൾ അതിനൊരു പ്രത്യേക. ഇത്രയും വെയിലാണേ പുറത്തോട്ട്, പക്ഷെ ഇവിടെ നല്ല ഷെയ്ഡും കാറ്റും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ പടി കയറി വരുമ്പോൾ നേരെ കണ്ട് ഭഗവാന്റെ ശ്രീകോവിലേക്കുള്ള എൻട്രൻസാണ്. കണ്ടില്ലേ, നല്ലൊരു കൊടിമരവും. ഇപ്പോൾ ഈ ഒരു വിഷു അടുക്കാറായ സമയമായതുകൊണ്ട് മെയ് മാസത്തിലേക്ക് പോവല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ കുന്നയാണെങ്കിൽ പക്ഷേ സമയമാകുമ്പോൾ ഉണ്ടാവുമെന്നറിയില്ല. പക്ഷേ ഇതിപ്പോൾ നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ്. അതിൻ്റെ കൂടെ ബനിയൻ ട്രീ, അത് വലിയൊരു ആൽമരവും. ഇവിടെ കുറേ മരമുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഇവിടെ നിന്ന് ഇറങ്ങാം. വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ആൽമരച്ചോട്ടിലൊക്കെ ഇരിക്കാം. എന്ത് രസമല്ലേ. ഇവിടെ എല്ലാ സൗകര്യമുണ്ട്. നമുക്കൊരു വലിയൊരു ഓഡിറ്റോറിയമാണ്. ഇവിടെ കച്ചേരി നടത്താൻ അങ്ങനത്തെ കാര്യം. പിന്നെ ഇവിടെ ഒരു അന്നദാനപ്പുരം ഉണ്ടെന്ന് തോന്നുന്നു. ആ സൈഡിൽ കുറച്ചൊരു ഡൈനിങ് ഏരിയ ഞാൻ കണ്ടു. പക്ഷെ ഇപ്പം ഇല്ല, ഈ സമയത്തായിരിക്കില്ല. വലിയൊരു മലയുടെ മുകളിൽ, അതായത് പാറയാണ് ആക്ച്വലി, 2 ആൽമരമൊക്കെ നിൽക്കുന്നത്, നിറയെ മരങ്ങളുമൊക്കെ. ഇത് അരയാലും ഉണ്ട്, പേരാലും ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ വേപ്പിൻ്റെ മരം, അത് തമിഴ്നാട്ടിൽ വളരെ കോമണാണ്. അങ്ങനെ നല്ല ഒരു ദിവസം നമ്മൾ രാവിലെ തുടങ്ങുന്നത് തന്നെ ഒരു പോസിറ്റീവ് വൈബിലാണ്. വേപ്പ് മരം കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തക്കല വഴി വരാണെങ്കിൽ തക്കല കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് വരുമ്പോൾ ഈ ഏരിയ, അതായത് ഇത് വെള്ളിമല എന്നാണ് പറയുക. വെള്ളിമല മണ്ടേക്കാട് ദേവിയുടെ ക്ഷേത്രത്തിന് വളരെ അടുത്താണ്. അപ്പോൾ തക്കല വഴി വരികയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അരുണാചല കോളേജ് 1.5 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് കോളേജ്. അങ്ങനെ ഒരുപാടുമില്ല. ഗൂഗിളിൽ വെള്ളിമല എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. നല്ലൊരു പീസ്ഫുൾ പ്ലേസ്, ബ്യൂട്ടിഫുൾ ടെമ്പിൾ, നല്ല പ്രൊമൈസസ്, മനോഹരമായ ഒരു ലൊക്കേഷൻ എന്നും കൂടി പറയാം. ഓക്കെ, തീരുന്നില്ല, നമ്മൾ മുന്നോട്ട് പോവാണ്. ഇന്ന് മുഴുവൻ കറക്കാണ്.
അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ സ്ഥിരം വരുന്നൊരു സ്ഥലമാണ് ഇത്. ഹോട്ടൽ ശ്രീ ഗൗരി ശങ്കർ. ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രധാന ഏരിയ, ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ്. ഇവർക്കൊരു സ്വീറ്റ്സിൻ്റെ ഷോപ്പുണ്ട്, പിന്നെ ഒരു ജ്യൂസ് കൗണ്ടറിൻ്റെ സെപ്പറേറ്റ് ഉണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റാണിത്. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടാണ് തമിഴ്നാട് സഞ്ചരിക്കുമ്പോൾ ഇതൊരു പോയിൻ്റാണ്. ചുങ്കംകടയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് പാർവതി ഗൗരീശങ്കർ. അയ്യോ നല്ല തിരക്കുണ്ടല്ലോ, പുറത്തും നല്ല തിരക്കാ. ഫാമിലി ഏരിയ, ഫാമിലി റൂം തന്നെ പറയുന്നത്. ഇവിടെ ആരും കയറിയിട്ടില്ല എ സിയിൽ. എന്ത് പറ്റി? ഇവിടെ അടിപൊളിയാണ്, ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. സ്നാക്കായിട്ട് ഉച്ച സമയത്ത് വന്നാൽ പുലാവ്, പലതരം ജീര റൈസ്, അങ്ങനത്തെ കുറേ നൂഡിൽസ്, എല്ലാം വെജാണ്. പിന്നെ പനീർ 65, ഒണിയൻ പക്കോട, ഗോബി മഞ്ചൂരിയൻ, ദാൽ ഫ്രൈ, മഷ്റൂം ചുക്ക, ഒന്നും പറയണ്ട, ഒരുപാടുണ്ട്. പിന്നെ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇവിടെ പല ടൈപ്പ് ഓഫ് കോഫി, ടീ, പാല്, വെറൈറ്റി ഫ്ലേവേഴ്സൊക്കെ കിട്ടും. കരിപ്പട്ടി കോഫി. പിന്നെ ആരെങ്കിലും വരുമെന്നുണ്ടോ? ഇത് അവിടെ ആകുമ്പോൾ എപ്പോഴും ബഹളമാണ്. സർവീസ് കുറച്ചുകൂടെ സ്മൂത്തായിരിക്കും. ഇവിടെ ഇനി ആരെങ്കിലും നമ്മളെ അന്വേഷിച്ച് വരണം. ഓക്കെ, തിരക്കില്ലല്ലോ, നമുക്ക് വേണ്ടി മാത്രമായിട്ട് വരണം. ഇഡ്ഡലി ഉണ്ട്, പിന്നെ ഓക്കെ ഒരു ഗീ റോസ്റ്റ്, പിന്നെ പൊങ്കൽ, ഒരു പൊങ്കൽ, പിന്നെ എന്താ ചെറിയ ഇഡ്ഡലി ഉണ്ടാവും, ചെറിയ ഇഡ്ഡലി. പിന്നെ മറ്റേ സാധനം ഉണ്ടാവും, മറ്റേ ചില്ലി പൊറോട്ട, അങ്ങനത്തെ ഐറ്റം വൈകുന്നേരമാണ് അല്ലേ? ഓക്കെ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഓക്കെ. അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു ഗീ റോസ്റ്റ്, ഒരു പൂരി, പിന്നെ ഒരു പൊങ്കൽ. ഉച്ച കഴിഞ്ഞ് വന്നാൽ ഇവിടെ ബറോട്ടയുടെ പോലെ ചില്ലി പൊറോട്ട, ബറോട്ട മഞ്ചൂരിയൻ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറേ സാധനങ്ങൾ കിട്ടും. കുടിക്കാനായിട്ട് ചുക്ക് മുളക് പാല് കൂടി ഞാൻ പറഞ്ഞു. ഇവിടെ ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെയെല്ലാം കിട്ടും. ചായ, കോഫിയെല്ലാം. ചുക്ക് മുളക് പാലെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പാലിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തരുന്നതാണ്. യാത്രയിൽ എവിടെ പോയാലും ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ അറിയുമോ? വെള്ളം കുടിക്കുന്നതായിട്ട്. ഒരിക്കലും ഞാൻ ആരെങ്കിലും തന്നാൽ തിളപ്പിച്ച വെള്ളമാണെങ്കിലും അല്ലാത്താണെങ്കിലും ഈ കുടിക്കാറില്ല. കടയിലെ വെള്ളം എപ്പോഴും ബോട്ടിലാണ്. ബോട്ടിൽ എത്ര നല്ലതാണെന്നൊന്നും അറിയില്ല, ഏത് ബ്രാൻഡാണെന്ന് അറിയില്ല. പക്ഷേ ബോട്ടിലിൻ്റെ വാട്ടറാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങി വയ്ക്കും കാറിൽ കുറേ വെള്ളം. അത് തീരുകയാണെങ്കിൽ ഹോട്ടലിൽ കയറുമ്പോൾ അവിടുത്തെ വെള്ളം ബോട്ടിലിൻ്റെ വാട്ടർ തരാൻ പറയും, മിനറൽ വാട്ടർ. അതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അത്രയും പേടിയാണ്. ഇങ്ങനത്തെ യാത്രകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വാട്ടർ ബോൺ ഡിസീസസ് വളരെ ഇപ്പം മഞ്ഞപ്പിത്തം പോലെയുള്ള കാര്യങ്ങളും എല്ലാം വെള്ളത്തിൽ നിന്നല്ലോ. ജോണ്ടിസ് എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് പണ്ട്. അത് പക്ഷേ കേരളത്തിൽ വെച്ചായിരുന്നു കേട്ടോ. തിരുവല്ല ഭാഗത്ത് എവിടെയോ, ഇപ്പോഴൊന്നും അല്ല, ഇയേഴ്സ് ബാക്ക്, ഒരു 25 വർഷമൊക്കെ മുന്നേ. 25 അല്ല, മേ ബി 30 ഇയേഴ്സ്. ഒരു വലിയൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. ഒരു മാസമായിട്ടുള്ള കുറേ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവരിങ്ങനെ വലിയ വലിയ വാട്ടർ ടാങ്ക്സിലാണ് വെള്ളം സ്റ്റോർ ചെയ്തത്. അപ്പോൾ കൈ കഴുകാനായിട്ട് പൈപ്പ് അവിടെ ഘടിപ്പിച്ചിരുന്നു. ആ വെള്ളം കൈ കഴുകി കഴുകി അതുകൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോണ്ടിസ് വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അങ്ങനെ ആയിരിക്കണം. അന്ന് കിട്ടിയ പേടിയാണ്. ഇപ്പോഴും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തു. യെസ്, മൈ ഫുഡ് ഈസ് കമ്മിങ്. ഇവിടെ ഫാസ്റ്റാണ് കാര്യം, അത്ര മൂവ്മെൻ്റാണ്, അതാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. പൊങ്കൽ, ഓക്കെ, പൂരി, വാവ്, താങ്ക് യു. നിമിഷങ്ങളുണ്ട്. പൊങ്കൽ, സാമ്പാർ, ഉഴുന്നുവട, പിന്നെ കോമൺ ആയിട്ട് 2 തരം ചമ്മന്തി. പൂരിക്കാണെങ്കിലും എല്ലാത്തിലും വട വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പൂരി, മസാല, അതിൻ്റെ ഒരു കറി, ഗ്രേവി ആൻഡ് വട. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. പൂരിയാണല്ലോ ചൂടോടുകൂടി ആദ്യമേ കഴിക്കേണ്ടത്. പൊങ്കൽ ചൂട് പോയാലും കുഴപ്പമില്ല. ഞാൻ ഓയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് പൂരീസ്. ഇത് കുറുമയാ? മസാല, നല്ല ഫുഡാണ്. കുറുമ, വെജിറ്റബിൾ അല്ല, കടലയാണ്. ഓ, കടല വെച്ചിട്ടുള്ള കുറുമ പോലെ ചെയ്തൊരു കുറുമയാണോ കറിയാണോ, തേങ്ങ കരച്ചിട്ടുണ്ട്. അതും കൊള്ളാം, നൈസ്. ഉഴുന്നുവട എൻ്റെ ഫേവറേറ്റ് അല്ല, എങ്കിലും കൊണ്ടുവന്ന സ്ഥിതിക്ക്
ആഹാ ഇത് ഹോട്ട് ക്രിസ്പി സോഫ്റ്റ്. നൈസ്. ഇന്ന് രാവിലെ തന്നെ നല്ല ചൂടും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതൊരു എല്ലാവർക്കും ഉപകാരമുള്ളൊരു കടയാണിത്, ഗൗരി ശങ്കർ. ഞാൻ എപ്പോഴും നമ്മൾ ഫ്ലേവേഴ്സിൻ്റെ ഷൂട്ടിന് പോകുമ്പോഴും തമിഴ്നാട് സൈഡിലേക്ക് പോയാൽ രാവിലെ തിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കയറും. ചുങ്കം നിറയ്ക്ക് വളരെ അടുത്താണ്. ഇത് പാർവതീപുരം അല്ലേ? പാർവതീപുരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ഗൗരി ശങ്കർ. ആ സമയത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിനടുത്തൊക്കെ വേറെ അങ്ങനത്തെ കുറേ കടകൾ കാണാം. പൊങ്കൽ, കൊള്ളാം കേട്ടോ. എനിക്കെല്ലാം ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റിംഗ് ഈസ് മൈ വീക്ക്നെസ്. എല്ലാത്തിൻ്റെ സ്വാദറിയും കൊള്ളാം. പൊങ്കലൊന്നുമല്ല. தொப்பி தோசை விளாக்ஸ் போடுறாங்க மலையாளிஸ் தானே திருச்செந்தூர் கோயில் അതന്നെ பார்த்தா நான் എപ്പോഴും ഇവിടെ വരും. அதை பேசுகிறவங்க பார்த்தாக்கிற அவரே போட்டிருக்காங்க திருச்செந்தூர் டெம்பிளை பற்றி நம்ம പുള്ളിക്ക് എപ്പോഴാണ് നമ്മളെക്കുറിച്ച് മനസ്സിലായത്, നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. നമുക്ക് തൊപ്പി ദോശ വിഷ്ണുവിൻ്റെ ഫേവറേറ്റാണ് തൊപ്പി ദോശ. ദാറ്റ് ഇസ് ഗീ റോസ്റ്റ്. എല്ലാത്തിലും വട നമ്മൾ തൊപ്പി ദോശ ഇങ്ങനെ ആക്രമിച്ചോണം. ഓക്കെ, സാമ്പാർ ചട്നി. നൈസ് ദോശ. സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. നല്ല എളുപ്പമാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അതിങ്ങനെ നമ്മൾ റോൾ പേപ്പറൊക്കെ എടുക്കുന്ന മാതിരി. ചമ്മന്തി, വൈറ്റ് ചമ്മന്തി. അത് പൊരികടലയൊക്കെ ഇട്ട ചമ്മന്തി കേട്ടോ, തേങ്ങാ പൊരികടല ടൈപ്പ്. ചുമന്നത് എനിക്കൊന്ന് ടൊമാറ്റോ ചട്നി. ടൊമാറ്റോ ചട്നി എന്തായാലും ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കേ, അപ്പോൾ ഇതെല്ലാം കഴിച്ചെടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ നോക്കാം. ഇത് ചുക്ക് പെപ്പർ പാൽ. ഞാൻ പാലിൻ്റെ ആളല്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് വൈസ്. പെപ്പറും ചുക്കും പെപ്പർ കുരുമുളകിൻ്റെ ടേസ്റ്റ്. യെസ്, തൊണ്ടവേന ചുമയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. കുരുമുളക് ഇട്ട പാലാണ്. കൊള്ളാം. മധുരമുണ്ട്, പഞ്ചസാരയുണ്ട്, കുരുമുളകും പെപ്പറും നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട് പാല്. നൈസ്. ഒരു ഫിൽറ്റർ കോഫിയും കൂടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ ഫിൽറ്റർ കോഫി. താങ്ക് യു. ഇനിയാണ് ഫിൽറ്റർ കോഫി. ഇതൊന്നും ഞാൻ കുടിക്കുന്ന ആളല്ല, പക്ഷെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചുമ്മാ രസം, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ ചായ കുടിക്കില്ല. ഫിൽറ്റർ കോഫി പ്ലസ് കുറച്ച് നൈസ് കോഫി. കൊള്ളാം കേട്ടോ. അപ്പോൾ ഇനി ഇറങ്ങാം, അതേസമയം കളയുന്നില്ല. കുറേ ബ്യൂട്ടിഫുൾ കാഴ്ചകളുള്ളൊരു റൂട്ടിലൂടെയാണ് ഞാൻ സഞ്ചരിക്കാൻ പോകുന്നത്. ഗ്രാമക്കാഴ്ചകൾ മനോഹരമായി. ഇപ്പോൾ പിന്നെ സമ്മറൊക്കെ തുടങ്ങിയതുകൊണ്ട് എത്രത്തോളം മനോഹാരിത ഉണ്ടാകും എന്ന് എനിക്കറിയില്ല. കാര്യം അതിങ്ങനെ ലേക്കാണെങ്കിലോ അല്ലെങ്കിൽ കനാലാണെങ്കിലോ ഒക്കെ വെള്ളത്തിൻ്റെ ഒരു ലഭ്യതയും കൂടി നോക്കണമല്ലോ. മഴക്കാലം അല്ല എങ്കിലും നമുക്ക് നോക്കാം. താടകമലയുടെ വ്യൂ പോയിൻറ്റിലൂടെ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭൂതപ്പാണ്ടി റൂട്ടാണ്. ഭൂതപ്പാണ്ടി നമ്മൾ മുന്നേ പോയിട്ടുണ്ട്. അത് അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, ബ്യൂട്ടിഫുള്ളാണ് ആ സ്ഥലമൊക്കെ. നെൽപ്പാടങ്ങളും നല്ല രസമാണ് കാണാൻ. എന്തായാലും ഒരു റൗണ്ട് അതുവഴി പോയി നോക്കാം. താങ്ക് യു.